മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹ സ്വാഗതം. ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്നേഹ സമ്മാനം മധുരമൊഴി. മധുരിക്കുന്ന സംസാരങ്ങളും കഥകളും ജീവിതാനുഭവങ്ങളും എല്ലാം ബൈബിളിൻ്റെ വചനത്തിൻ്റെ വ്യാഖ്യാനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കുടുംബങ്ങൾ ജീവിതം കൂടുതൽ മധുരകരമാക്കുവാൻ, മക്കളുടെ ജീവിതം കൂടുതൽ സ്വർഗോന്മുഖമാക്കുവാനുള്ള ഒരു എളിയ പരിശ്രമം. എല്ലാവർക്കും ഇതിലേക്ക് സ്നേഹ സ്വാഗതം. നമ്മളൊപ്പമുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് ചേട്ടനാണ്. തൻ്റെ അനുഭവങ്ങൾ കൊണ്ടും ഉൾക്കാഴ്ചകൾ കൊണ്ടും നമ്മെ ഒത്തിരി സമ്പന്നമാക്കുന്ന, മധുരമൊഴി സമ്പന്നമാക്കുന്ന ജോർജ് ചേട്ടന് ഒരിക്കൽ കൂടി മധുരമൊഴിയിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പമുള്ള കുടുംബം ബഹുമാനപ്പെട്ട സുനിലേട്ടനും ബിജുമോൾ ചേച്ചിയുമാണ്. ഒരു കൊല്ലംകാരാണ്. സുനിലേട്ടൻ ഏഞ്ചൽസ് ആർമിയുടെ മാഗസിൻ്റെ എഡിറ്ററും കൂടിയാണ്. രണ്ടുപേരെയും സ്നേഹപൂർവ്വം, എല്ലാവരെയും സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഈ മധുരമൊഴി ടീം ഷാലോമിലേക്ക് ഇപ്രാവശ്യം യാത്ര ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ബിഷപ്പ് ഹൗസിൽ കയറി ബഹുമാനപ്പെട്ട ചക്കാലക്കൽ പിതാവിനെ ഒന്ന് കണ്ട് ഒരു അനുഗ്രഹം വാങ്ങിക്കുവാനായിട്ട് ഞങ്ങളവിടെ കയറി. പിതാവ് ഞങ്ങൾ ചെല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ ചെന്ന് പിതാവ് ഞങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. കാപ്പി കുടിക്കാനായിട്ട് കൊണ്ടുപോയ വഴി പിതാവ് പറഞ്ഞു, നിങ്ങളുടെ മാഗസിനൊക്കെ ഞാൻ വായിക്കാറുണ്ട്. പിതാവ് സ്വതമേയുള്ള നല്ല തമാശയും ഭയങ്കര പ്ലസൻ്റൊക്കെ ആയിട്ട് പിതാവ് തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കൊണ്ട്, നിങ്ങളുടെ മാഗസിനൊക്കെ ഞാൻ വായിക്കാറുണ്ട്. ഇപ്രാവശ്യത്തെ ആദ്യത്തെ എഴുതിയത് ആരായിരുന്നു? അപ്പോൾ എല്ലാവരും ഒന്ന് പരിങ്ങി, എന്തെങ്കിലും പ്രശ്നം പാളിയോ? നമ്മുടെ കുരിശിനെ പറ്റി എഴുതി ആരായിരുന്നു? അപ്പോൾ അതൊക്കെ സുനിലേട്ടൻ കഴിയൊക്കെ, ഞാനാണ് പിതാവ് എഴുതിയത്. അത് വളരെ നന്നായിരുന്നു. അപ്പോൾ ആശ്വാസം എല്ലാവർക്കും. എൻ്റെ പിതാവ് പറയാണ്, ഇപ്രാവശ്യം ആദ്യത്തേത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ആദ്യത്തെ ആർട്ടിക്കിൾ തുടങ്ങുന്നത് ഇപ്രകാരം കുരിശിൻ്റെ ചരിത്രത്തെ പറ്റിയാണ്. അതായത് കുരിശ് ദർശനത്തിലൂടെ യുദ്ധം വിജയിക്കുവാനായിട്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് കിട്ടിയ ദർശനം, നീ കുരിശിൻ്റെ അടയാളത്തിൽ യുദ്ധം ചെയ്യുക, നീ വിജയം വരിക്കും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. പക്ഷേ പിതാവ് പറഞ്ഞ അതല്ലായിരുന്നു. പിതാവ് പറയുകയാണ്, അതിനകത്ത് വേറൊരു വാചകം എന്നെ അമ്പരിപ്പിച്ചു. എനിക്ക് പുതിയൊരു അറിവായിരുന്നു. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ശത്രുക്കളുടെ മേൽ വിജയം വരിക്കുക എന്ന ചെറിയ പ്രാർത്ഥന, അത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി എഴുതിയുണ്ടാക്കിയായിരുന്നുള്ളത് പുത്തനറിവായിരുന്നു. പിതാവ് പറഞ്ഞപ്പോഴാണ് ഞങ്ങളിൽ പലർക്കും അറിവുണ്ടായത്. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും അറിഞ്ഞുകൂടായിരിക്കും ഈ പ്രാർത്ഥന. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതാണ് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ പ്രാർത്ഥന. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി എഴുതിയുണ്ടാക്കിയാണെന്ന് സുനിലേട്ടൻ പഠിച്ചു വന്ന് എഴുതിയപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ സംസാര വിഷയവും. നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ മക്കളുടെ വിശ്വാസ ജീവിതത്തിൽ പ്രിന്റ് മീഡിയക്കുള്ള പുസ്തകങ്ങൾക്കും മാഗസിൻസിനുമുള്ള ഒരു പ്രസക്തിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ കാര്യമായിട്ട് സ്വാധീനിക്കേണ്ട ഒരു മേഖല തന്നെയാണത്. പലരുടെയും വീടുകളിലൊക്കെ ഉറപ്പായിട്ടും ഷാലോം അല്ലെങ്കിൽ ഏഞ്ചൽസ് ആർമി പോലെയുള്ള മാഗസിനുകളൊക്കെ ഉറപ്പായിട്ട് വരുന്നുണ്ടായിരിക്കും. നമ്മളെല്ലാവരും വായിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ടായിരിക്കും. ഒത്തിരി ആയിരം അനുഭവങ്ങൾ സ്വാധീനിച്ച് നമുക്ക് ഉറപ്പായിട്ടുണ്ടായിരിക്കും. നമ്മുടെ ചരിത്രം തുടക്കുകയാണെങ്കിൽ നമ്മുടെ വിശുദ്ധരുടെ ജീവിതങ്ങളൊക്കെ മുതൽ അനേകായിരം വിശുദ്ധരെ സ്വാധീനിച്ചതൊക്കെ ഇഗ്നേഷ്യസ് ലയോള ഉൾപ്പെടെയുള്ള വിശുദ്ധരെയൊക്കെ സ്വാധീനിച്ച ചെറിയ ചെറിയ പുസ്തകങ്ങളായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ മാനസാന്തര കഥ. യുദ്ധസമയത്ത് അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് വേറെ ഒന്നും വായിക്കാനില്ലാത്തതുകൊണ്ട് ബൈബിളും ക്രിസ്ത്യാനുകരണം കിട്ടി. ഇതിൽ നിന്നാണ് പെട്ടെന്നൊരു മാനസാന്തര അനുഭവം കിട്ടുന്നത്. ഉറപ്പായിട്ടും അനേക അനുഭവങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനുണ്ടായിരിക്കും. നമുക്ക് കുടുംബത്തിൽ നിന്ന് തുടങ്ങാം. നിങ്ങളുടെ കുടുംബത്തിൽ ഇതുപോലുള്ള പുസ്തകങ്ങളോ മാഗസിൻസോ കൊണ്ടുണ്ടായ ഒരു മാറ്റമോ, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ ഒരു ദൈവാനുഭവം, ക്രിസ്തുവിലേക്കുള്ള ഒരു അടുപ്പം, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പങ്കുവയ്ക്കാനായിട്ടുണ്ടോ? എൻ്റെ റീഡിങ് ആയിരുന്നു എൻ്റെ ഹോബി. ഞാൻ ചെറുപ്പത്തിലെ തൊട്ടേ ഒരുപാട് ബുക്സ് വായിക്കുമായിരുന്നു. പക്ഷേ അതെല്ലാം ഈ സ്റ്റോറീസും ക്ലാസിക്സും എല്ലാം ആയിരുന്നു. പക്ഷേ കുറച്ചുകൂടി ഞാൻ ഒരു റിന്യൂവലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ബുക്ക് വായിക്കാനായിട്ട് ഇടയായി. അപ്പോഴാണ് അമ്മ ത്രേസ്യയൊക്കെ നമ്മളൊരു പേടിച്ചൊക്കെ ഇങ്ങനെ ഓർക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇത് വെറും പച്ചയായ ഒരു ജീവിതം ഞാൻ വായിച്ചപ്പോൾ ഇത് എനിക്കും അനുകരിക്കാൻ പറ്റും, ഞാനും ദൈവവിളിയെക്കുറിച്ചൊക്കെ കൂടുതൽ ചിന്തിക്കാൻ അത് കാരണമായി. ഒരു പോസ്റ്ററാണെങ്കിൽ ഞാനൊരു അമ്മ ത്രേസ്യയായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം പറഞ്ഞു അതിലേക്ക് പോകാം. അമ്മ ത്രേസ്യയുടെ ഒരു പുസ്തകം ഒരു പാതിരാത്രി കൊണ്ട് വായിച്ചതാണ്. പ്രശസ്തയായ സയന്റിസ്റ്റ് ആവാൻ ഇറങ്ങിത്തിരിച്ച വിശുദ്ധ എഡിത്ത് സ്റ്റെയിനെ ഒരു വിശുദ്ധിയാക്കി മാറ്റിയത്. അവൾ PhD സ്റ്റഡീസൊക്കെ ബന്ധപ്പെട്ട യാത്രക്കിടയിലാണ് ഒരു രാത്രിയിൽ അവൾ അമ്മ ത്രേസ്യയുടെ പുസ്തകം ജീവിതത്തെടുത്ത് വായിക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ട് തടിച്ചൊരു പുസ്തകം വായിച്ചിട്ടാണ് അവൾ പറയുന്നത്, ഇനി എൻ്റെ ജീവിതം ലോകത്തിലല്ല, കാർമൽ മിണ്ടാമടത്തിൻ്റെ ഉൾത്തടങ്ങളായിരിക്കുന്നു, വലിയ ഉൾക്കാഴ്ച ഇറങ്ങിപ്പോകുന്നത്. ചേച്ചി തുടർന്നോളൂ. പിന്നെ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ബുക്ക് വായിച്ചപ്പം അത് എത്രമാത്രം സ്പിരിച്വൽ ലൈഫ് ഈസി ആക്കാമെന്ന് ഞാൻ പഠിച്ചു. പിന്നെ വന്ന ഒരുപാട് വിശുദ്ധരുടെ ബുക്സ് പിന്നീട് വായിക്കാനായിട്ട് ഇടയായപ്പോഴാണ്
ഇതൊത്തിരി നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ എത്രമാത്രം ഹെൽപ്ഫുൾ ആണെന്ന് മനസ്സിലായി. ഈ കൊച്ചുറിസയുടെ ഞാൻ ഈ ദിവസങ്ങളിൽ മിണ്ടാമടത്ത്, കോട്ടയത്തുള്ള കാർമൽ മിണ്ടാമടത്തിൽ പോയിരുന്നു. അവിടെ വെച്ച് അവിടെ പരിചയമുള്ള സുഹൃത്തുക്കൾ അവിടെ ചേർന്നിട്ടുണ്ട്. അതിന് രണ്ടുപേരും, ഒരു ബിടെക്കും ഒരു എംടെക്കും കഴിഞ്ഞ 2 പേര് ചെറുപ്പക്കാരികൾ അവിടെ ചേരാൻ ഒറ്റ കാരണം അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് കിട്ടിയ നവമാലിക കൊച്ചുറിസയുടെ ജീവിതകഥ വായിച്ചതാണ് ഞങ്ങൾ ഈ കാർമൽ മിണ്ടാമടത്തിൽ എത്തിച്ചേർത്തതെന്ന്. കാരണം ലോകം മുഴുവൻ ഒത്തിരി കണ്ട കുഞ്ഞുങ്ങളെ സ്വാധീനിച്ച കാര്യം. ഈ പുസ്തകങ്ങളുടെ ഒരു സ്വാധീനം, നമ്മൾ ഈ വാക്കുകളുടെ സ്വാധീനം എന്ന് പറയുന്നത് പോലെ തന്നെ പുസ്തകങ്ങളുടെ സ്വാധീനം ഭയങ്കരമാണ്. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, പലരും അഭിപ്രായപ്പെടുന്നുണ്ട് നിങ്ങൾ എന്ത് പുസ്തകമാണ് വായിക്കുന്നത്, നിങ്ങളുടെ സ്വഭാവം അതിനെ ബേസ് ചെയ്തായിരിക്കും. അപ്പം നമ്മളിപ്പോൾ ഞാൻ ചെറുപ്പത്തിലെ കുറേ അധികം ക്ലാസിക്സ് ഒക്കെ വായിച്ചിട്ടുള്ളപ്പോഴും അന്ന് കുറേ നമ്മൾ ഇമാജിനേഷനും ശരിക്കും നമുക്ക് വിഷ്വൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കുറേ ക്രിയേറ്റീവായിട്ടുള്ള കുറേയധികം ഒരു സാധ്യത അങ്ങ് വർദ്ധിക്കും. അപ്പോൾ അത് ഒത്തിരി നമ്മളെ നമ്മുടെ കാരിസംസ് അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളെ വളർത്തുവാൻ ഒരുപാട് സഹായമായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പിരിച്വൽ വന്നപ്പോഴും അതും ഒത്തിരി നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഞാനത് പറഞ്ഞുകൊണ്ടത് ഓർക്കുമായിരുന്നു, നമ്മുടെ കൂടെ ഇരിക്കുന്ന 2 കഥാപാത്രങ്ങൾ അല്പം ഡേഞ്ചറസ് ആണ്. ചേട്ടൻ ഒരു മാഗസിൻ്റെ എഡിറ്ററാണ്, ഏഞ്ചൽ സാർവയുടെ. അതുപോലെ തന്നെ ജോർജ് ചേട്ടൻ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഷാലോമിൻ്റെ മാഗസിൻസും പത്രങ്ങളൊക്കെ തുടങ്ങുന്ന സമയം മുതൽ തന്നെ ആദ്യത്തെ എഡിറ്റോറിയൽ ബോർഡിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവജ്വാലയുടെ എഡിറ്റോറിയൽ ബോർഡിലുണ്ടായിരുന്നു. തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ജോർജ് ചേട്ടൻ ഇതുപോലുള്ള ഒത്തിരി അനുഭവങ്ങൾ പങ്കുവെക്കാനായിട്ട് കാണും. അച്ഛനത് പറഞ്ഞപ്പോൾ ഈ പ്രിൻ്റ് മീഡിയയ്ക്ക്, അച്ചടി മാധ്യമത്തിന് ഇന്നും പ്രസക്തി ഉണ്ട് എന്ന് തന്നെ പറയണമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുകയായിരുന്നു. അച്ഛൻ പറഞ്ഞ പോലെ ഷാലോം ടൈംസിൻ്റെ അസോസിയേറ്റ് എഡിറ്ററായിരുന്ന കാലത്ത്, അതായത് മാസികയുടെ ആദ്യ ലക്കങ്ങളിൽ, ആ കാലത്ത് എൻ്റെ അപ്പൻ ICUവിലായിരുന്നു. അപ്പോൾ ICU കിടക്കുമ്പോൾ ആളുകൾ ICUവിന് പുറത്ത് എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് കൂടി ഇരിക്കാറുണ്ട്. അകത്തെ വിവരങ്ങൾ ആകാംക്ഷയോടും ഭയത്തോടും ഉത്കണ്ഠയോടും എല്ലാം ഇരിക്കുന്നത്. ആ മാനസികാവസ്ഥ തന്നെ എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ICUവിന് പുറത്ത് പോകുമ്പോഴേക്കും, ICUവിനടുത്ത് എനിക്ക് ഡ്യൂട്ടിയായിട്ട് ഞാൻ പോകുമ്പോൾ ഒരു 3-4 മാസിക കൊണ്ടുപോയി ഞാൻ ആ മേശപ്പുറത്ത് സൂത്രത്തിൽ വെച്ച് രക്ഷപ്പെട്ടിങ്ങി പോരും. ആളുകൾ അതൊരു താർത്തിയോടെ വായിക്കുന്നു. ചിലർ തക്കുപുക്ക് നോക്കി വെച്ച് അത് ചുരുട്ടി കയ്യിലെടുത്തോണ്ടേ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട്. അപ്പം ഞാനിതൊക്കെ ഇങ്ങനെ അറിയാത്ത മട്ടിൽ കണ്ടിരിപ്പുണ്ട്. എൻ്റെ ആഗ്രഹം അതാ, അവരൊന്നെടുത്ത് വീട്ടിലോട്ട് കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ ഇരിക്കുക. അപ്പം ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ ഒരു ദിവസം ഞാൻ ICUവിലെ എൻ്റെ ഡ്യൂട്ടി അവസാനിച്ചിട്ട് അടുത്തയാളിനെ ചാർജ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലോട്ട് പോകാൻ നേരത്തെ എൻ്റെ ഉള്ളിൽ ശക്തമായൊരു തോന്നൽ, ഒരു മാസിക എടുത്തുകൊണ്ട് പോകുന്നു. മാസിക ഇഷ്ടം പോലെ വീട്ടിലിരിപ്പുണ്ട്, ഇനി നാളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവിടേണ്ടത്, അതിന് പകരം ഇവിടുന്ന് ഇട്ടതിലൊരു മാസിക എടുത്തുകൊണ്ട് പോകുമെന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇനി മോഷ്ടിച്ചുകൊണ്ട് വേണ്ടേ പോകാൻ, കാരണം ആളുകളുടെ മുമ്പ് ഞാൻ കൊണ്ടുവന്നതെന്ന് ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഒത്തിരി നേരത്തെ ഉഴപ്പാൻ നോക്കി, പക്ഷേ കാരണം ഒരു ലോജിക്കും ഇല്ല അതിനകത്ത്. എന്നിട്ടും അവസാനം ആ മനസ്സിൽ വന്ന അത് ദൈവത്തിൻ്റെ സ്വരം തന്നെ എന്നൊരു ഉറപ്പ് വന്നതോടുകൂടി എന്തും വരട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസിക എടുത്ത് ചുരുട്ടി സഞ്ചിക്കകത്ത് ബാക്കി പാത്രങ്ങളും എല്ലാം കൊണ്ടുവന്ന് അതിൻ്റെ കൂടെ അതോടെ ഇട്ടുകൊണ്ട് ഞാൻ അതൊക്കെ ബസ്സിൽ കയറി. ബസ്സിൽ കയറിയാൽ ഒരു അല്പ ദൂരം പോകുമ്പോൾ, അധികം ദൂരമില്ല എനിക്ക് വീട്ടിലേക്ക്, ഒരു 2 സ്റ്റോപ്പ് കഴിഞ്ഞാൽ എൻ്റെ വീടെത്തും. അതിനിടയ്ക്ക് എനിക്ക് ശക്തമായ തോന്നൽ, ബസ് നല്ല ആളുണ്ട്, പക്ഷെ അതിനിടയ്ക്ക് കൂടെ ഇടിച്ച് മുമ്പോട്ട് ചെല്ലാനായിട്ട്. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങേണ്ട ഞാൻ വാതുക്കലെങ്ങാനും നിന്നാൽ മതി, പക്ഷേ ഈ മുമ്പോട്ട് ഇടിച്ച് കയറാൻ ശക്തമായ സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഞാനത് മുമ്പോട്ട് കുറേ നടന്നു. 2 സ്റ്റെപ്പ് വെക്കും, പോരാൻ നിന്നരം തോന്നും, പിന്നെയും 2 സ്റ്റെപ്പ് വെക്കും, അങ്ങനെ ഇനി മുമ്പോട്ട് നടന്നാൽ സ്ത്രീകളിരിക്കുന്ന സീറ്റൊക്കെ ആ ഭാഗം അങ്ങോട്ട് തന്നെ ഞാൻ പോകുന്നത് എന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുമ്പോൾ മുമ്പോട്ട് വീണ്ടും നീങ്ങാൻ തോന്നി. എന്തും വരട്ടെ, ഇനി മുമ്പിലത്തെ വാതിൽ കൂടെ ഇറങ്ങാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ടങ്ങടുത്ത് പോകുമ്പോൾ പെട്ടെന്ന് എന്നോട് എൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു സ്വരം കേട്ടതുപോലെ ഞാൻ അറിഞ്ഞു, ആ സീറ്റിലൊരു കന്യാസ്ത്രീയം ഇരിപ്പുണ്ട്, അവർക്ക് ആ മാസിക ഇട്ട് കൊടുക്കുന്നു. അപ്പം സന്ധ്യയാകാൻ തുടങ്ങി, ഇരുള് വീഴാൻ തുടങ്ങിയൊരു സമയം, 6 മണി കഴിഞ്ഞ സമയമാണ്. ഞാൻ പെട്ടെന്ന് പുറയുന്നു കൊണ്ട് എന്നൊരു മാസിക ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കന്യാസ്ത്രീയമ്മ അവിടെ ഇരുന്ന് അയ്യോ എന്നെങ്ങാനൊന്ന് കയറിയാൽ എനിക്ക് അടി ഉറപ്പാണ്. ഞാനതുകൊണ്ട് ഇങ്ങനെ, എന്നാൽ നേരെ പോയി സിസ്റ്റർ ഒരു മാസിക തരട്ടെയോ എന്ന് ചോദിച്ചു കൊടുക്കാനുള്ള തൻ്റെ ഇടവും തൽക്കാലം എനിക്കില്ല. അവസാനം ഞാൻ കൊടുക്കാതെ ഇങ്ങനെ നിൽക്കുക. അവസാനം എനിക്ക് മനസ്സിലായി എൻ്റെ സ്റ്റോപ്പാകാൻ പോകുന്നു, ഇനി കൊടുത്തില്ലെങ്കിൽ പിന്നെ ഈ കന്യാസ്ത്രീയം ഏതാണെന്നൊന്നും അറിയത്തില്ല, എനിക്ക് പുറയുന്നവരുടെ വെയിൽ മാത്രമേ എനിക്ക് കാണത്തുള്ളൂ. അവസാനം ഞാൻ എൻ്റെ സ്റ്റോപ്പ് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ പെട്ടെന്ന് ഈ മാസികരുടെ മടിയിലോട്ടിട്ട് ചെയ്യാൻ വാതിൽ കൂടെ ചാടി ഇറങ്ങി സ്ഥലം വിട്ടു. ആ കാര്യം ഞാനങ്ങ് മറന്നു. അത് വലിയൊരു ടാസ്ക്കായിരുന്നു. 2-3 ദിവസമൊക്കെ ഞാൻ ഓർത്തിരുന്നു കഷ്ടപ്പായി പോയിരുന്നു. പക്ഷേ പിന്നീട് ഒരു 1.5 വർഷത്തിന് ശേഷം ഞാൻ ആ പ്രദേശത്ത് വേറൊരു സ്ഥലത്ത് ഒരു പ്രെയർ ഗ്രൂപ്പിൻ്റെ ഒരു ഷെയറിങ്ങിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചനുസരിച്ച് ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ എന്നെ വിളിച്ച ആളുകൾ എന്നെ കൊണ്ടുപോയത്
ഒരു സിസ്റ്ററിൻ്റെ അരികെ ഈ സിസ്റ്ററാണ് കേട്ടോ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിനൊക്കെ കാരണം ഈ സിസ്റ്ററാണ് ഞങ്ങളുടെ എല്ലാം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് പരിചയപ്പെടുത്തുക. അപ്പം ഞാൻ പോയി വളരെ ആദരവോടെ കൈകൂപ്പി, കാരണം ഈ ഗ്രൂപ്പിൻ്റെ തന്നെ ഉടമയെന്നോ അല്ലെ അമ്മയെന്നോ ഒക്കെ പറയാവുന്ന സിസ്റ്ററാണല്ലോ എന്നൊക്കെ. ഇവരെന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ ഒന്ന് അടിമുടി നോക്കി. വീട് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ വീടിരിക്കുന്ന സ്ഥലം സംക്രാന്തിയാണ്. എന്നോട് ചോദിച്ചതാണ് 1.5 കൊല്ലം മുമ്പാണ് ബസ്സിൽ ഒരു കന്യാസ്ത്രീയുടെ മടിയിലേക്ക് ഒരു മാസിക ഇട്ടത് നിങ്ങളാണോ എന്ന് ചോദിച്ചു. വലിയ ബോംബ് എറിഞ്ഞവൻ നീയാണോ പോലീസ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഉള്ളിൽ നിന്ന് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. അച്ഛൻ പറഞ്ഞ പോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. ഒരു ഞെട്ടൽ. ഞാനാണല്ലോ, അവരെൻ്റെ മുഖം കണ്ടു കാണും, അല്ലെങ്കിൽ ഇങ്ങനെ പറയുമോ. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ, ദൈവം പറഞ്ഞിട്ടായിട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ചിലവാകുന്ന കാര്യമാണോ. ഞാനേതാണെങ്കിലും കുറ്റം സമ്മതിച്ചു, ഞാൻ തന്നെ ആയിട്ടത്. അവർ പറയാ ആ കന്യാസ്ത്രീ ഞാനായിരുന്നു. ജോർജെ അറിയാമോ? എനിക്കത് ജോർജിനെ കണ്ടപ്പോൾ, ജോർജിൻ്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല. ആരോ ഒരു മനുഷ്യൻ എറിഞ്ഞിട്ട് പെട്ടെന്ന് ഓടിപ്പോകുന്നത് ഞാൻ കണ്ടു എന്നല്ലാതെ ഞാനും അതുപോലെ തന്നെ ഇവരുടെ മുഖം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അവർ പറയാം ജോർജിനെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുമായിരുന്നു ഈ യാഥാർത്ഥ്യം. ജോർജ് ഞാനെന്ന് എവിടെ പോകുമായിരുന്നു അറിയാമോ? ഞാനൊരു ധ്യാനത്തിന് പോകുമായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ധ്യാനത്തെ സംബന്ധിക്കാൻ പോയതെന്നറിയാമോ? എൻ്റെ മദർ നിർബന്ധിച്ച് എന്നെ അയക്കുക. എന്തുകൊണ്ട് മദർ നിർബന്ധിച്ചു? ഞാൻ പ്രൊഫഷൻ ഉപേക്ഷിച്ച്, കന്യാസ്ത്രീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇത് ഉപേക്ഷിച്ച് വീട്ടിൽ പോകാൻ തീരുമാനം എടുത്തിരിക്കുകയായിരുന്നു. അവസാന തീരുമാനം എടുക്കും മുമ്പ് നീ പോയൊരു ധ്യാനം കൂട് എന്ന് പറഞ്ഞ് മദർ നിർബന്ധിച്ചവരെ ധ്യാനത്തിന് അയക്കുകയാണ്. ആ യാത്രയായിരുന്നു അത്. അവിടെയാണ് ജോർജിന് അറിയില്ല, ജോർജ് ഇത് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറയാണ് ആ മാസിക അവിടെ ഇട്ടേച്ച് പോയത് എൻ്റെ മടിയിലേക്കായിരുന്നു. ഇതാരായതിട്ട് എനിക്ക് ദേഷ്യമാണ് തോന്നുന്നത്. പക്ഷെ എന്നാലും ഇതാരായിട്ടൊന്ന് നോക്കിയപ്പോൾ ശാലോം പെന്തിക്കോസുകാരുടെ വല്ലതും ആയിരിക്കും, അവരാണല്ലോ ഇത്തരം പണികളൊക്കെ ചെയ്യുന്നത് എന്ന് വിചാരിച്ചോടെ. എന്നാലും ഒന്ന് മറിച്ച് നോക്കിയപ്പം ആദ്യത്തെ പേജ് തന്നെ മറിച്ചപ്പോൾ മാതാവിൻ്റെ പടം. എടാ ഇത് കത്തോലിക്ക ആണല്ലോ. ഞാൻ നോക്കി, പെട്ടെന്ന് ഒരു പേജ് ഞാനെങ്കിൽ മറിക്കുമ്പം എൻ്റെ കൺമുന്നിൽ എനിക്ക് കിട്ടിയ ലേഖനത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയായിരുന്നു: കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. ശ്രീ ബെന്നി പുന്നത്തറ ആ ലക്കത്തിൽ എഴുതിയിരുന്ന മനോഹരമായ ഒരു ലേഖനം എന്ന് പറയാനല്ല, ഒരു പേജ് അല്പം കൂടുതൽ കാണുമായിരിക്കും, അത്രയേ ഉള്ളൂ. വളരെ നന്നായി അത് ലേ ഔട്ട് ചെയ്തിട്ട് ഈ ഹെഡിങ് വളരെ പ്രോമിനൻ്റ് ആയിരുന്നു. ഞാൻ നല്ലപോലെ ഓർക്കുന്നുണ്ട്. ഞാൻ ആ ലേഖനം വായിച്ചു. ഞാൻ ധ്യാനം കൂടും മുമ്പ് തന്നെ കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്നെനിക്ക് ബോധ്യമായി. അവരാണ് തിരികെ വന്ന് പ്രയർ ഗ്രൂപ്പ് തുടങ്ങി അവർ വേറൊരാളായിട്ട് അവർ മാറി. പേർക്ക് ഒരു അഭിഷേകം കരമായി മാറി. പ്രിൻ്റ് മീഡിയയ്ക്ക് അല്ലെങ്കിൽ അച്ചടി മാധ്യമത്തിന് ഒരു ശക്തിയില്ലെന്ന് നമുക്ക് എങ്ങനെയാണ് പറയുന്നത്? എൻ്റെ ഒരു രസകരമായ അനുഭവമുണ്ട്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു യുവജന മാസികയിൽ ഞാൻ ഒരു ചെറിയൊരു ആർട്ടിക്കിൾ എഴുതി. ആർട്ടിക്കിളിൻ്റെ ഹെഡിങ് ഇച്ചിരി കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നു. എനിക്കുമുണ്ട് ഒരു ഗേൾ ഫ്രണ്ട് എന്നതായിരുന്നു ഹെഡിങ്. ഞാൻ അച്ഛനായിട്ടില്ല. അപ്പോൾ അവർ മനോഹരമായിട്ട് അത് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചേക്കും, എനിക്കുമുണ്ട് ഗേൾ ഫ്രണ്ട്. ഞാൻ താഴേക്ക് എഴുതിയ സാധനം മുഴുവൻ മാതാവിനെ പറ്റിയായിരുന്നേ. മാതാവിൻ്റെ ഗുണഗണങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ മാതാവ് സ്വാധീനിച്ച കാര്യങ്ങളെ പറ്റി ഞാൻ ആർട്ടിക്കിൾ എഴുതിയിരുന്നത്. അപ്പോൾ ഇത് ഒരു പെൺകുട്ടിക്ക് ഇത് കിട്ടി. ആ പെൺകുട്ടി മാഗസിൻ തുറന്നു നോക്കിയപ്പോൾ ഹെഡിങ് കണ്ട് സ്ട്രൈക്കായി, എനിക്കുമുണ്ടൊരു ഗേൾ ഫ്രണ്ട്. ആ പെൺകുട്ടിയാണെങ്കിൽ അഫയറിലൊക്കെ പെട്ട് ഇങ്ങനെ ഭയങ്കര ഒരു കളർഫുൾ വേൾഡിൽ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് എനിക്കുമുണ്ട് ഗേൾ ഫ്രണ്ട്. അപ്പോൾ ഇത് ബന്ധം തെറ്റാണോ ശരിയാണോ തുടരണോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ കൺഫ്യൂഷൻ അടിച്ചിരിക്കുക. അപ്പോൾ അടി നോക്കിയപ്പോൾ എൻ്റെ പരിചയമുള്ള കുട്ടിയാണ്. ആ കുട്ടി എന്നെ കാണാൻ വേണ്ടി വന്നു. കാണാൻ വന്നിട്ടാണ് ശരിക്കും ഈ ആർട്ടിക്കിളൊക്കെ വായിക്കുന്നത്. കൊച്ചി ആ പുസ്തകമൊക്കെ പിടിച്ചിട്ട് വരുന്നത്. എന്നെ ചേട്ടൻ വിളിക്കുന്നത്. ചേട്ടൻ എഴുതിയ ആർട്ടിക്കിളാണല്ലോ ഇത്, എൻ്റെ അയൽവക്കക്കാരിയാണ്. അപ്പോൾ അപ്പോൾ പിന്നെ ഈ സംഭവത്തിലേക്ക് എനിക്ക് ഇടപെടേണ്ടി വന്നു. അങ്ങനെ ആ കുഞ്ഞ് ആ ഒരു തെറ്റായ ബന്ധത്തിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ഇതൊരു ഭയങ്കര കാരണമായിത്തീർന്നു. ഞാൻ മനസ്സിലാക്കുന്നു, നമ്മൾ ഒരിക്കലും എൻ്റെ നാട്ടുകാർ വായിക്കുന്ന പോലെ ഞാൻ ചിന്തിച്ചിട്ടില്ല ആ ഒരു ലേഖനം എഴുതിയപ്പോഴത്തേക്ക്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭയങ്കര ദൈവവചനത്തിൻ്റെ ഒരു ശക്തി, ദൈവിക മാധ്യമങ്ങളുടെ. അപ്പോൾ നമുക്കിനി തിരിച്ച് നമ്മുടെ മാഗസിനിലേക്ക് തന്നെ തിരിച്ചു വരാം. ഒരു മാഗസിൻ എഡിറ്ററോട് അങ്ങനെ ഒന്ന് ചോദിക്കണമല്ലോ. ചേട്ടൻ എഡിറ്ററായിരിക്കുന്ന ഏഞ്ചൽസ് ആർമി മാഗസിൻ ഇതെങ്ങനെയാണ് ഒരു ചേട്ടൻ്റെ ലൈഫിലും അല്ലെ കുടുംബത്തിലും ഒക്കെ എങ്ങനെയാണ് ഒരു ടൂളായി മാറുന്നത്? എപ്പോഴും എനിക്ക് മനസ്സിലായൊരു കാര്യം, ഏഞ്ചൽസ് ആർമി മാസികയെക്കുറിച്ച് മനസ്സിലായൊരു കാര്യം, നമുക്കറിയാം ഓരോ മാസികയ്ക്കും അതിൻ്റേതായ ഒരു നിയോഗമുണ്ട്. ഏഞ്ചൽസ് ആർമി മാഗസിൻ്റെ ഒരു നിയോഗം ഇതൊരു ഫെയ്ത്ത് ഫോർമേഷൻ ഉള്ള ഒരു ടൂളാണെന്നുള്ളത്. ഓക്കെ, എന്താണ് ഈ ഫെയ്ത്ത് ഫോർമേഷൻ ടൂൾ എന്ന് ഉദ്ദേശിച്ചത്? നമുക്കറിയാം ഫെയ്ത്ത് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിശ്വാസ പരിശീലനമാണ്. ടൂൾ അതിനുള്ളൊരു ഒരു ഉപകരണമാണ്. അപ്പോൾ ഫെയ്ത്ത് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ വിശ്വാസ പരിശീലനം നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. നമുക്ക് ഓരോ മാസിക വായിക്കുമ്പോഴും നമുക്ക് ചില ഉൾക്കാഴ്ചകൾ കിട്ടും, ഒരു ഇൻസ്പിറേഷൻ കിട്ടും, ഒരു ആശ്വാസം കിട്ടും, അതെല്ലാം ശരിയാണ്.
പക്ഷെ പരിശീലനം എന്ന് വെച്ചാൽ അത് അങ്ങനെ കിട്ടുന്നൊരു സംഭവമല്ല. പരിശീലനം എന്ന് വെച്ചാൽ അത് തുടർച്ചയായ ഒരു പ്രോസസ്സായിരിക്കണം, ഒരു കണ്ടിന്യൂഷൻ വേണം. അപ്പം നമുക്ക് കിട്ടിയൊരു വട്ടം ഇതാണ്. ഈ ഏഞ്ചൽസ് ആർമി മാഗസിൻ എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ ഒന്നിച്ച് മക്കളെ വിശ്വാസ പരിശീലനത്തിൽ വളർത്തുവാൻ സഹായിക്കുന്ന ഒരു ഉപാധിയാണ്. ചേച്ചിക്ക് ഈ ചേച്ചി ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൂടെയാണല്ലോ. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ ഈ തിയറി കുടുംബത്തിൽ എങ്ങനെ ആപ്ലിക്കബിൾ ആയി എന്ന് പറയാമോ? അത് ഇതിനകത്ത് ഈ ഏഞ്ചൽസ് ആർമി മാഗസിനിൽ വചന പഠനമുണ്ട്. ഓരോ ആഴ്ചയിലും പഠിക്കേണ്ട ഒരു വചനവും ഒരു സുഹൃദേവവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആഴ്ചയിലും മക്കളെ ഒരു വചനം പഠിപ്പിക്കാനായിട്ട് ഇതൊരു വലിയ സഹായകമാവും. അല്ലെങ്കിൽ 1-2 വചനമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഈ മെനക്കെട്ടിരുന്ന് ഒത്തിരി ഒന്നും വചനം പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പം ഇത് അതിനൊത്തിരിയേറെ ഹെൽപ്ഫുൾ ആകുന്നു. രണ്ട് കാരണമാണുള്ളത് വചനം സുഹൃദേവം. നമുക്കറിയാം നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ സുഹൃത ജപം ചൊല്ലുക എന്ന് പറയുന്നത് വലിയൊരു പാരമ്പര്യമായിരുന്നു. എപ്പോഴോ നമുക്കത് കൈമോശം വന്നു പോയതുപോലെ ആയിട്ടുണ്ട്. ഇതൊന്ന് തിരികെ പിടിക്കുക എന്നൊരു ഉദ്ദേശം ഇവിടെ ഉണ്ട്. കാരണം സുഹൃദേവം ചൊല്ലി പ്രാർത്ഥന എന്ന് പറയുന്നത് വലിയ ഒരു ശക്തിയാണ്. അത് എളുപ്പമുള്ള പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്കെല്ലാം നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന. വചനം നമ്മുടെ ഡെയിലി ലൈഫിനോട് ബന്ധപ്പെടുത്തി രൂപപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ് സുഹൃദേവം. അതെ അതെ അതെ. അതുകൊണ്ട് തന്നെ ഈ വചനം കുഞ്ഞിലേ തന്നെ അവരുടെ ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അത് ഒരു ഗുണമുള്ളത്, ഇതൊരു ഫൗണ്ടേഷനാണ്. വചനത്തിൽ ഉറയ്ക്കാൻ കാരണമാകും. വചനം അറിയാതെ അവരുടെ ഉള്ളിലേക്ക് പോകും. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവെ ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ വചനം സ്റ്റോക്ക് ചെയ്യുക ഉള്ളിൽ. കുഞ്ഞുനാളിലേ തന്നെ വചനം സ്റ്റോക്ക് ചെയ്യുമ്പോൾ തക്ക സമയത്ത് അത് അവരുടെ ലൈഫിൽ ഇടപെടും. അപ്പം അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കുവാനുള്ള ഒരു എളുപ്പ വഴി, അല്ലെങ്കിൽ അവർക്ക് പരിശീലിക്കാൻ ഒരാഴ്ച മുഴുവൻ അവർ ഈ വചനം ചിന്തിക്കുകയും ഈ പ്രാർത്ഥനയിലും ചെയ്യുകയാണ്. അപ്പം ആ ഒരു ആഴ്ച കൊണ്ട് ഈ വചനം അവരുടെ ഉള്ളിലാവുകയാണ് പതുക്കെ. അപ്പോൾ ഓരോ കുടുംബങ്ങളും വ്യത്യസ്തമായ രീതികൾ ഈ വചനം പഠിപ്പിക്കാനായിട്ട് പല പല രസകരമായ മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു കുടുംബം പറയുന്നതാണ്, അവർ ഈ ഡോറിൽ പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ്, ആ ഡോറിൻ്റെ ആ മറുവശത്ത് ഇത് എഴുതിയിടും. ഓരോ തവണ അവർ ഇറങ്ങുമ്പോഴും ഇത് കാണും, ഇത് വായിക്കും. അത് ചിലർ ഈ അവരുടെ പ്രെയർ റൂമിൽ താഴെയായിട്ട് ഒരു പോർഷനിൽ ഈ ആഴ്ചത്തെ വചനം സുഹൃദേവം, അത് മക്കൾ തന്നെ എഴുതിയിടുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ഈ വചനം വായിക്കും, സുഹൃദേവം വായിക്കും. ഒരു രസകരമായ അനുഭവം ഒരു കുടുംബം പറയുന്നതാണ്, ഒരാഴ്ചത്തെ വചനം ഇതായിരുന്നു, എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളും ആ വചനമായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളിത് വായിക്കും. അപ്പോൾ ഇടയ്ക്ക് മൂത്ത കൊച്ച് ഇത്തിരി എന്തോ ഒരു കാര്യത്തിൽ ഒരു സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഇളയ കുട്ടി, ഓർക്കണം 2-3 വയസ്സുള്ള കൊച്ച്, ഈ കൊച്ച് പറയാണ്, ചേച്ചി നമ്മൾ വചനം വായിച്ചത് എപ്പോഴും സന്തോഷിക്കാനല്ലേ, പിന്നെ ചേച്ചി എന്തിനാണ് സങ്കടപ്പെട്ടിരിക്കുന്നത്? ആ ഒറ്റ വചനം കൊണ്ട് ഈ കുഞ്ഞ് ഫ്രീ ആയി. ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ സന്തോഷിക്കാനാണ്. അപ്പോൾ ഈ വചനം മാംസം ധരിക്കുകയാണ്, അവരുടെ ഡെയിലി ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആവുകയാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു സാധ്യതയാണ്. അതുപോലെ ഓരോ പങ്ക്തികളിലൂടെയും ഇവരുടെ പടിപടിയായിട്ടുള്ളൊരു വിശ്വാസ പരിശീലനം സംഭവിക്കുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റം വിശുദ്ധരുടെ മാതൃകകളാണ്. നമ്മൾ അച്ഛൻ നേരത്തെ പറഞ്ഞു, അനേകരുടെ ലൈഫിൽ ഈ വിശുദ്ധരുടെ ജീവിത മാതൃകകൾ അവരെ സ്വാധീനിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരുടെ ശരിക്കും ജീവചരിത്രം കൊടുക്കുകയല്ല, അവരെന്ന് മരിച്ചു എന്ന് അതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. സംഭവങ്ങളിലൂടെ, ഓരോ അനുയോജ്യമായ സംഭവങ്ങളിലൂടെ ഇവർക്ക് ആവശ്യമായ, ഇപ്പോൾ ഉദാഹരണത്തിന് ഓരോ മാസവും നമ്മൾ ഒരു ടോപ്പിക് എടുക്കുന്നത്, ഓരോ മാസം ഒരു പർട്ടിക്കുലർ ടോപ്പിക് എടുക്കുന്നത്. അതുകൊണ്ടാണ് അച്ഛൻ നേരത്തെ പറഞ്ഞു, ജനുവരി മാസം നമ്മൾ ടോപ്പിക്കായിരുന്നു കുരിശടയാളം, വിശുദ്ധ കുരിശടയാളത്താൽ എന്നുള്ള പ്രാർത്ഥന. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം കൊടുത്തത് അതിൻ്റെ ഒരു പശ്ചാത്തലമാണ്. കോൺസ്റ്റന്റൈൻ്റെ സംഭവം കൊടുത്തപ്പോൾ അത് വായിച്ചു കഴിയുമ്പം, ഓ ഇങ്ങനെയാണല്ലേ, അപ്പോൾ ഇത് വലിയ പവർഫുൾ പ്രെയർ ആണ് എന്നൊരു സംഭവം കിട്ടി. അതിന് തൊട്ടടുത്ത് കൊടുത്തത് ചില വിശുദ്ധരുടെ ലൈഫിലെ സംഭവങ്ങളാണ്. ഒരു വിശുദ്ധൻ്റെ ലൈഫിൽ ഒരു ബിഷപ്പ് മാർട്ടിൻ, ടൂർസിലെ മാർട്ടിൻ പിതാവിൻ്റെ ബിഷപ്പിൻ്റെ അനുഭവം കൊടുത്തേക്കുന്നത്. അതവരുടെ ഒരു വിജാതീയരുടെ ഒരു ഏരിയയിൽ അവരൊരു മരത്തെ ദൈവമായി കണ്ട് ആരാധിച്ചിരുന്നു. അപ്പോൾ ഈ ബിഷപ്പിന് മനസ്സിലായി, ഇവർ വിശ്വാസത്തിലേക്ക് വരണമെങ്കിൽ ഈ മരം നിന്ന് കഴിഞ്ഞാൽ ഒക്കത്തില്ല, അത് ഇത് വെട്ടിക്കളയാന്നായിരിക്കും. അപ്പോൾ ശരിക്കും അവിടെയുള്ള സ്ഥലവാസികളും പിതാവുമായിട്ടൊരു വാഗ്വാദമാകും. അവർ പറഞ്ഞു, സാധ്യമല്ല, ഞങ്ങൾ ഇതിനെ വളരെ വിശുദ്ധമായിട്ട് കരുതാന്ന് പറയും. അവസാനം ഒരു പറയും, ഒറ്റ കണ്ടീഷൻ, മരം ഞങ്ങൾ വെട്ടാം, ഈ മരം ചരിഞ്ഞ് നിൽക്കുകയാണ്, നിങ്ങൾ ഈ ചരിഞ്ഞ മരത്തിൻ്റെ താഴെ നിൽക്കണം, സമ്മതമാണോ? നിങ്ങൾക്ക് അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവമാണെങ്കിൽ നിങ്ങൾ ഈസി ആയിട്ട് സംരക്ഷിക്കും. ഇത് ചലഞ്ചാണ്. അപ്പോൾ കുറച്ച് വിശ്വാസികൾ പിതാവിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവർ വിചാരിച്ച് പിതാവിൻ്റെ കാര്യം തീർന്നു, അവർ വിഷമിച്ചിരിക്കുന്നു. പിതാവ് കൂളായിട്ട് പറഞ്ഞു, എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. പിതാവ് വളരെ ശാന്തമായിട്ട് പോയി മരത്തിന് ചുവട്ടി പോയി നിന്നു. അവർക്ക് സന്തോഷമായി. അവർ ആവേശത്തോടെ മരം വെട്ടുകയാണ്. ഈ മരം വെട്ടി മരം പതുക്കെ ചാഞ്ഞ് വീടുകയാണ്. അപ്പോൾ പതുക്കെ ചാഞ്ഞ് വീടുന്ന സമയത്ത്
ശാന്തമായിട്ട് നമ്മുടെ പിതാവ് എന്ത് ചെയ്തു? ഒരു കുരിശ് വരച്ചു. ഈ കുരിശടയാളം വരച്ചതുകൂടി ഒരു കൊടുങ്കാറ്റടിച്ചാൽ എന്ന വണ്ണം ഈ മരം തിരിച്ച് കറങ്ങി വെട്ടിയവരുടെ പുറത്തോട്ട് വീഴുകയാണ്. അപ്പൊ ശരിക്കും ഒരു കുരിശടയാളത്തിന്റെ ആ ശക്തി ഇത് വായിക്കുന്ന ഒരു കുഞ്ഞിന് കുരിശടയാളത്തിന്റെ ആ ഒരു ബലം അങ്ങ് മനസ്സിലാവുകയാണ്. എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവം ഒരിക്കൽ ഇതിനകത്ത് നമ്മുടെ ഈ മാഗസിനിലെ കാവൽ മാലാഖമാരെ പറ്റിയ ഒരു ആർട്ടിക്കിൾ വന്നു. ഇത് പിന്നീട് ഒരു അമ്മ പറഞ്ഞൊരു അനുഭവം ഓർക്കുന്നുണ്ട്. വീട്ടിൽ കുഞ്ഞിനെ എപ്പോഴും പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാണ്. പ്രത്യേകിച്ച് ഇരുട്ടാക്കി കഴിഞ്ഞാൽ കുഞ്ഞ് തൊട്ടടുത്ത് മുറിയിലേക്ക് പോലും പോവില്ല. അപ്പോൾ ഇങ്ങനെ ഭയങ്കര, അതുകൊണ്ട് കുഞ്ഞ് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുസ്തകങ്ങളൊക്കെ അടുത്ത മുറി പോയി പേടിയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, വെയിറ്റ് ചെയ്യ്, ഞാനോട് വന്നിട്ട് പോയി പുസ്തകം എടുക്കാം, നീ പോയി അവിടെ പോയി കരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചു പറയാം, എന്തിന്, എനിക്ക് കാവൽമാലക ഉണ്ടല്ലോ. അമ്മ തന്നെയല്ലേ ഇന്നലത്തെ മാസികയിൽ വായിച്ച് കേൾപ്പിച്ച് കാവൽമാലക ഉള്ളപ്പോൾ എനിക്ക് പേടിക്കണ്ട, കാവൽമാലകയുടെ സഹായം മേടിച്ചാൽ മതി എന്ന്. അമ്മ ഇങ്ങനെ കണ്ണു പിടിച്ചിരിക്കുകയാണ്. ദൈവമേ, അമ്മയ്ക്ക് പോലും വലിയ വിശ്വാസം ഉണ്ടായില്ല വായിച്ചിട്ടേ. അമ്മ പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. പക്ഷേ കൊച്ചിനത് വായിച്ചിട്ട് മാറ്റം ഉണ്ടാകുന്നത്. ചേച്ചി ഇങ്ങനത്തെ എന്തെങ്കിലും അനുഭവം മക്കളുടെ ജീവിതത്തിൽ നിന്ന് ചേച്ചിക്ക് എടുത്ത് വെക്കാൻ പറ്റുമോ? ഈ മാഗസിനകത്ത് ഒരാഴ്ച വന്ന വചനം ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നായിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു മോന് ഒരു ദിവസം അടുക്കളയിലേക്ക് പോയപ്പം ഒരു ശബ്ദം കേട്ട് അവൻ പേടിച്ചു പോയി. പിന്നെ അവൻ തനിയെ അടുക്കളയിലോട്ട് പോകാനായിട്ട് ഭയം അവന്. അപ്പോൾ ആരെങ്കിലും കൂട്ടു വിളിക്കും. അപ്പം ഞങ്ങളുടെ 5ാമത്തെ കുഞ്ഞ്, ചേട്ടാ പേടിക്കണ്ട, അവൾക്ക് 3 വയസ്സ്. അപ്പം അവള് പറഞ്ഞു, ചേട്ടാ പേടിക്കണ്ട, ഞാൻ കൂടെ വരാം. ഇങ്ങനെ പറഞ്ഞാൽ മതി, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇവളിത് പറഞ്ഞോണ്ട് പോവും, ഇവൻ കൂടെ പോകും. പിന്നെ എല്ലാവരും എന്തെങ്കിലും ആവശ്യത്തിന് കൂട്ടു വിളിക്കുന്ന ഇവളെ. അപ്പം ഇവൾ ഇതും പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമുള്ള, ഞാൻ നമ്മുടെ ഏഞ്ചൽസ് ആർമിയുടെ ഒരു ഫാമിലി വീട്ടിൽ പോയപ്പോൾ അവിടെ അവരുടെ റൂമിനകത്തൊരു സ്റ്റെപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു 2-3 വയസ്സുള്ള കുഞ്ഞ്, ഈ കുഞ്ഞ് സ്റ്റെപ്പ് കയറുകയാണ്. ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഓരോ സ്റ്റെപ്പും വെക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പേടി വരുമ്പോൾ ഈ വചനം പറഞ്ഞാൽ മതി. ഈ വചനം പറഞ്ഞ് കൊച്ചു പോകണം. എന്ത് നല്ലൊരു അല്ലെ, വചനത്തിന് ശക്തി ഉണ്ടെന്നും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വലിയൊരു തിരിച്ചറിവ് ഈ കൊച്ചു പ്രായത്തിലേക്ക് കിട്ടിയില്ലേ? ഇതിന് മറ്റൊരു ഇംപ്ലിക്കേഷൻ കൂടെ. നമ്മുടെ കൊച്ചറേസ്യ പുണ്യതയുടെ ലിറ്റിൽ വേ ഉണ്ടല്ലോ, കുഞ്ഞുവഴിക്കകത്ത് പറയുന്നതല്ലേ, ഞാൻ ഓരോ പാദവും ചവിട്ടുമ്പോൾ ഓരോ ആത്മാക്കളെ രക്ഷപ്പെടാൻ വേണ്ടി സുഹൃദേവങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ഇതുപോലുള്ള കുഞ്ഞിനെ തന്നെ ചെറുപ്പത്തിൽ തന്നെ ബോധ്യത്തിലേക്ക് അങ്ങ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശുദ്ധീകരണ ആത്മാക്കൾ സ്വർഗം കയറും. ജീവിച്ചിരിക്കുന്നവർക്ക് കഠിന പാപികൾക്ക് എന്തോറും മാനസാന്തരം ഉണ്ടാവും. അപ്പോൾ കുടുംബം എന്തോരം കൃപയോടെ വളരെ പറയും. ഒരു കാര്യമുള്ളത്, ഈ പല വിശുദ്ധരെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്കൊന്നും പെട്ടെന്ന് മടിയല്ല. അവർ വലിയ താമസരും വിശുദ്ധരും അച്ഛന്മാർക്കും സിസ്റ്റർമാർ പണിയും വന്നു. പക്ഷേ ഇത് വായിച്ചു കഴിയുമ്പോൾ, ഈ സംഭവം വായിച്ചു കഴിയുമ്പോൾ, ഇത് നമുക്കും പറ്റുന്ന കാരണമല്ലോ. കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ രീതിയിൽ കൊടുക്കുമ്പോൾ ഈ വിശുദ്ധിയിൽ വളരുക എന്ന് പറയുന്നത് ഒരു അസാധ്യ കാര്യമല്ലെന്നും അത് നമുക്കും ദൈവത്തോടു കൂടെ പോയാൽ സാധ്യമാണെന്നൊരു വലിയൊരു ലെസൺ അവർക്ക് കിട്ടും. എനിക്ക് ഏഞ്ചൽസ് ആർമി മാഗസിൻ്റെ വളരെ ഇഷ്ടപ്പെട്ടൊരു ഭാഗം കിറ്റ്കാറ്റ് എന്നൊരു പങ്ക്തിനകത്തുണ്ടല്ലോ. കിറ്റ്കാറ്റ് നമ്മുടെ ഷാലോമിലെ ജീസസ് കിഡ്സ് എന്നൊരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ ഏഞ്ചൽസ് ആർമിയിൽ കിറ്റ്കാറ്റ്. എന്താണ് ഈ കിറ്റ്കാറ്റ് എന്ന സംഭവം? ഒന്ന് വിശദീകരിച്ചു തരാമോ? സത്യം പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലാണ്. നമുക്ക് കത്തോലിക്ക സഭയോട് ചേർന്ന് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഈ മാഗസിൻ ആദ്യം 3 മാസത്തിൽ ഒരിക്കലായിരുന്നു, അത് പിന്നെ മന്ത്ലി ആക്കി ആക്ച്വലി പിന്നെ ലേ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലേ ഔട്ട് ചെയ്ത് വന്നപ്പോൾ ഒരു പേജ് അവിടെ ഒരു ബ്ലാങ്ക് വന്നു. പെട്ടെന്ന് ഞങ്ങളിങ്ങനെ എന്ത് ചെയ്യണമെന്നൊന്നും പെട്ടെന്ന് ചിന്ത വന്നു, നമുക്ക് സഭയുടെ പഠനം എന്തെങ്കിലും നമുക്കൊന്ന് മാറ്റിയാലോ. ശരിക്കും ദൈവം അങ്ങ് ഭയങ്കര ഇടപെട്ടൊരു 15 മിനിറ്റ് കൊണ്ട് ഒരു യുകാറ്റിൻ്റെ ഭാഗം എടുത്ത് കുഞ്ഞുങ്ങളുടെ സ്റ്റൈലിലാക്കി കിറ്റ്കാറ്റായി. ശരിക്കും അന്നാണ് ഈ ഒരു പങ്ക്തി സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ഒരു ഗുണമുള്ളത്, സഭയുടെ പല പഠനങ്ങളും കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി കട്ടിയാണെന്ന് തോന്നും. ഇത് വളരെ അമ്മാമ്മയും ഒരു സംഭാഷണത്തിലൂടെ ഇത് സിമ്പിളാക്കി ലളിതമാക്കി ഇവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇതങ്ങ് കൊടുക്കുകയാണ്. പല അമ്മമാരെയും വിളിച്ച് പറയാറുണ്ട്, അവർ ചില കാര്യങ്ങൾ ഈ മക്കൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുമെന്ന് കൺഫ്യൂഷനായിരുന്നപ്പം ആ ലക്കത്തിലെ കിറ്റ്കാറ്റ് അതേ ക്വസ്റ്റ്യനായിരുന്നു. അപ്പം അവർക്കത് വലിയ ആശ്വാസമായെന്ന് ഇങ്ങനെ പറയുണ്ടായി. കഴിഞ്ഞ ദിവസം നമ്മുടെ പിതാവിനെ നമ്മൾ അത് പറഞ്ഞാണോ നമ്മൾ തുടങ്ങിയത്. ഈ ശാലോമിലേക്ക് പോകുന്ന വഴി ബഹുമാനപ്പെട്ട ചക്കാലക്കൽ പിതാവിനെ കണ്ട അനുഭവം പറഞ്ഞു തന്നെയാണ് നമ്മുടെ എപ്പിസോഡ് തുടങ്ങിയത്. അത് പറഞ്ഞൊക്കെ തന്നെ ഏകദേശം കൺക്ലൂഷനിലേക്ക് എത്താം. പിതാവിനോടുള്ള സംസാരം എന്നെ ഭയങ്കര സ്വാധീനിച്ചു. വളരെ രസികനായ നല്ലൊരു ഇടയമുഖമുള്ള പിതാവ്. പിതാവ് പറഞ്ഞു, പിതാവ് രസകരമായിട്ട് അവസാനം പറഞ്ഞ സാരം ഇതായിരുന്നു, ഓരോ സ്ഥലത്ത് സ്ഥലം മാറി വരുമ്പോഴത്തേക്ക് എന്തൊരു കഷ്ടപ്പാടാണെന്നറിയാമോ. അവിടെ തന്ന എല്ലാ മൊമെൻറ്റോകളും നമ്മൾ കെട്ടിച്ചോന്നുണ്ടെങ്കിൽ പറഞ്ഞു 2 മുറി വേണം ആ മൊമെൻറ്റോക്ക് സൂക്ഷിച്ചു വെക്കാൻ. അപ്പോൾ പിതാവ് പറഞ്ഞു, അവിടെ നിന്ന് ജോലിക്കാരൻ പയ്യനോട് ഞാൻ പറഞ്ഞു, ഈ മൊമെൻറ്റൊക്കെ നീ അങ്ങ് എടുത്തു. അപ്പോൾ പയ്യൻ തിരിച്ചിരിക്കുക, പിതാവ് എനിക്ക് ഈ മൊമെൻറ്റോ ഒന്നും വേണ്ട, കാരണം അതിനകത്ത് പിതാവിൻ്റെ മുഖവും പിന്നെ തന്നാളുടെ ഒപ്പമല്ലേ ഉള്ളൂ, ഞാൻ കൊണ്ടുവച്ചിട്ട് എന്താ പറയാനോ, ഒരു ഉപയോഗമില്ല. അപ്പോൾ പിതാവ് തിരിച്ച് ഒരു ഉപദേശ രൂപമാണ് നമ്മളോട് പറയുകയാണ്,
നിങ്ങൾ ഉറപ്പായിട്ടും എല്ലാവരോടും പറയണം, പ്രത്യേകിച്ച് നിങ്ങൾ കുടുംബങ്ങളോട് പറയണം. നിങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ ഇതുപോലെയുള്ള ഞങ്ങൾ പറയാം ഏഞ്ചൽസ് ആർമി മാഗസിനൊക്കെ പൊതിഞ്ഞ് കിട്ടി നിങ്ങളൊരു നല്ലൊരു കളർ പേപ്പറിലൊക്കെ പോയി ഇനി സമ്മാനമായിട്ട് കൊടുക്ക്, അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ കൊടുക്ക്. നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ എത്ര നല്ല മാതൃകയാക്കാവുന്ന കാര്യമാണ്. നമ്മുടെ വിശേഷ ദിവസങ്ങളിൽ, അതികുർബാനയുടെ ദിവസങ്ങളിലോ മാമോദീസായിക്കോ അല്ലെങ്കിൽ ഓരോ ചടങ്ങുകൾക്കൊക്കെ നല്ല പുസ്തകങ്ങൾ അല്ലെങ്കിൽ നല്ല മാഗസിനുകൾ. ചിലവരൊക്കെ കുഞ്ഞുങ്ങളുടെ ദിവ്യകാരണ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് വിശുദ്ധ ഒരു സെറ്റ് പുസ്തകം. എന്നെ അതിശയിപ്പിച്ചൊരു സംഭവം, ഒരിക്കൽ കാനഡയിൽ നിന്ന് എൻ്റെ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് അങ്ങ് വരുന്നുണ്ട്, അച്ഛൻ കുറച്ച് പുസ്തകങ്ങൾ മേടിച്ച് കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എത്തോരം പുസ്തകങ്ങൾ വേണം, കാരണം അവർക്ക് അവിടെ പുസ്തകങ്ങൾ നല്ല പുസ്തകങ്ങൾ അവൈലബിൾ. അച്ഛനാ കടയിൽ ചെന്നിട്ട് കിട്ടാവുന്ന അത്രയും നല്ല പുസ്തകങ്ങൾ മേടിക്കാൻ. ഞാൻ പോയിട്ട് 3-5 നിറച്ച് പുസ്തകമൊക്കെ മേടിച്ചാണ് തിരിച്ചു വരുന്നത്. ഇവർക്ക് അത്രയും ആൾക്കാർ ദാഹിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് വചനം കിട്ടാൻ, വിശുദ്ധരുടെ ജീവിതം കിട്ടാൻ, അവരുടെ ജീവിതങ്ങൾ മാറ്റം വരുത്തുന്ന നല്ല ലിറ്ററേച്ചർ വരാനായിട്ട്. അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യണം. വീട്ടിൽ ഏതെങ്കിലും ഒരു ആത്മീയ മാസികകൾ വരുത്തുന്നുണ്ടോ, അതോ നമ്മൾ മറ്റു പ്രസിദ്ധീകരണങ്ങൾ കൊണ്ട് നമ്മുടെ മക്കളുടെ ബൗദ്ധിക തലങ്ങളെ വളർത്തുമ്പോൾ അവർ ആത്മാവിനെ സംരക്ഷിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ? വെറുതെ മാഗസിൻ വാങ്ങിച്ച് കൊടുത്തോണ്ടും കാര്യമില്ല. അത് അനേകർ ചെയ്യാറുള്ളത് കുറേ മാഗസിൻ വാങ്ങിച്ച് കൊടുക്കും, ഇവരും വായിക്കത്തില്ല, കുഞ്ഞുങ്ങൾ ജസ്റ്റ് വായിച്ചു പോകും. അതിനെന്തെങ്കിലും ഒരു സജഷനായിട്ട് നമുക്ക് ഈ അടുത്ത കാലത്ത് പലരും ചോദിക്കാറുണ്ട്, ഇതൊരു വിശ്വാസ പരിശീലന ടൂളാണെന്ന് വായിക്കുന്നവർക്ക് മനസ്സിലാവുമോ? അപ്പം നമ്മൾ അതിന് ചെയ്തൊരു കാര്യം, വായന കൂട്ടങ്ങൾ ഓരോ ഏരിയയിലും ഈ മാഗസിൻ ഉപയോഗിക്കുന്നവരെ വിളിച്ചു കൂട്ടും. എന്നിട്ട് എങ്ങനെ ഈ മാഗസിൻ ഉപയോഗിക്കാമെന്നൊരു ഒരു ഐഡിയ കൊടുക്കും. അനേകർ ഉപയോഗിച്ച അനുഭവങ്ങൾ ഷെയർ ചെയ്യും. അപ്പം കൂടുന്നവർക്കൊരു ഐഡിയ കിട്ടും, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അതിനകത്ത് പകുതി പേരൻസിനും പകുതി കുഞ്ഞുങ്ങൾക്കുമാണ്. അപ്പോൾ പേരൻറ്റിങ് ടിപ്സും അതുപോലെ പിന്നെ അനേകരുടെ അനുഭവങ്ങൾ, പ്രഗ്നൻസി അനുഭവങ്ങൾ, വൊക്കേഷൻ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങളുള്ളപ്പോൾ ഈ ഒരു മാസം കൊണ്ട് ഒരു ടോപ്പിക്ക് ആ ഒരു പരിശീലനം രസകരമായിട്ട് ചില ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്, മാലാഹ ഉണ്ടാക്കുക, അതൊക്കെ ഉണ്ടാക്കി തൂക്കിയിടാം. അപ്പോൾ ഒരു മാസം കൊണ്ട് ഒരു ഫോർമേഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അവർക്ക് ഉറപ്പാക്കാം ഒരു പരിശീലനത്തിലൂടെ ഈ കുഞ്ഞ് കടന്നു. എനിക്ക് ഓർക്കുമ്പോൾ അത്ഭുതമാണ് ദൈവത്തിൻ്റെ ഒരു പദ്ധതി, ഒരു മാഗസിനിലൂടെ ഒരു വിശ്വാസ പരിശീലനം കുടുംബങ്ങൾ നടക്കുക. അതൊരു അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് കാണുന്നു. അനേകർ ഇത് കോംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സമയപരിമിതി മൂലം നമ്മുടെ ഈ ചർച്ചകളിലൂടെ പൂർണ്ണമാക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരു കാര്യം ഉറപ്പിക്കാം, വിശുദ്ധമായ മാഗസിനുകൾ കൊണ്ടും പുസ്തകങ്ങൾ കൊണ്ടും നമ്മുടെ കുടുംബം നിറയട്ടെ. നമ്മുടെ വീട്ടിലൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ഒത്തിരി ക്ലാസിക്സുകളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും, ഒരുപക്ഷെ മഹാന്മാരുടെ പുസ്തകങ്ങളോ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കൊക്കെ മേടിച്ച് നിറച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അതിനിടയിൽ നിങ്ങൾക്ക് വിശുദ്ധമായ ഒരു അലമാരമുണ്ടോ? വിശുദ്ധ പുസ്തകങ്ങൾ കൊണ്ട് അലങ്കരിച്ച നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർ ആത്മാവിന് പോഷണം കൊടുക്കുന്ന വിശുദ്ധരുടെയോ ബൈബിളിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ ആയ ചെറിയ ചെറിയ പുസ്തകങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ ഉറപ്പുവരുത്തുക ഇത് നമ്മുടെ കുടുംബത്തെ ഏറ്റവും കൂടുതൽ അലങ്കരിക്കുന്ന ഒരിടമായി തീരട്ടെ. നമുക്കൊന്നും ചേർന്ന് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊരു കൃപ തന്നെയാണ്, വായന ഒരു കൃപ തന്നെയാണ്. വിശുദ്ധരുടെ ജീവിതങ്ങൾ വായിക്കാനും വചനം വായിക്കാനും ഏറ്റവും പ്രധാനപ്പെട്ട ഇത് തന്നെയാണല്ലോ. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവചനം വായിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ. നമുക്കതൊരു ആ ഒരു കൃപയ്ക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാം. ഒന്ന് ചേർന്ന് നമുക്കൊന്ന് കുടുംബം ഒന്ന് ചേർന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നിമിഷം കർത്താവായ ഈശോയെ, തിരുവചനമായ ദൈവമേ, ഞങ്ങളൊന്ന് ചേർന്ന് ഈ ഒരു വചനത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. വചനത്തെ സ്നേഹിക്കാൻ, വാക്കുകളെ സ്നേഹിക്കാൻ, പുസ്തകങ്ങളെ സ്നേഹിക്കാൻ, അതിൽ നിന്ന് സ്വർഗം ഞങ്ങൾക്ക് തുറന്നു തരുന്ന വലിയൊരു അക്ഷയ കനി അത് സ്വന്തമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നാളിതുവരെ വായിച്ച എല്ലാ പുസ്തകങ്ങളും, അതുപോലെ ഈ പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത് എഴുതുന്നവരെ, ആത്മീയ മാസികകൾ ഇറക്കുന്നവരെ എല്ലാവരെയും ഈ നിമിഷം നീ അനുഗ്രഹിക്കണമേ. പ്രത്യേകമായി ഈ ശാലോം മിനിസ്ട്രി അനുഗ്രഹിക്കണമേ, ഏഞ്ചൽസ് ആർമി മിനിസ്ട്രി അനുഗ്രഹിക്കണമേ. സങ്കീർത്തകൻ പ്രാർത്ഥിച്ചതുപോലെ ഞാൻ പാപം ചെയ്യാതിരിക്കാൻ നിന്റെ വചനങ്ങൾ കൊണ്ട് എൻ്റെ ഹൃദയം ഞാൻ നിറച്ചു. എൻ്റെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടാൻ വിശുദ്ധ വചനം കൊണ്ട്, തിരുവചനം കൊണ്ടും വിശുദ്ധമായ പുസ്തകങ്ങൾ കൊണ്ടും മാഗസിനുകൾ കൊണ്ടും എൻ്റെ കുടുംബം നിറയ്ക്കാൻ, എൻ്റെ മക്കളുടെ ഹൃദയം നിറയ്ക്കാൻ തമ്പുരാനെ നീ ഞങ്ങൾക്ക് കൃപ തരണമേ. നമുക്കൊന്നു ചേർന്ന് ഈശോ മിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.